ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോളിഫ്ലവർ കൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചോറിനും ചപ്പാത്തിക്കും എല്ലാം പറ്റുന്ന നല്ലൊരു കറിയാണ്. നമുക്ക് ആദ്യം ഇത് വൃത്തിയാക്കി എടുക്കാം. ഞാൻ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് മുക്കി വെക്കുന്നുണ്ട്. കാരണം ഇതിലെ പുഴു എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയം നമുക്കിങ്ങനെ വെക്കാം. അപ്പോഴേക്കും ഇതിൻ്റെ മസാലയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ റെഡിയാക്കണം. 2 പച്ചമുളക്, 2 സവോള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു 5 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും കഴുകി നമ്മൾ വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് പാത്രം വെച്ചിട്ട് റെഡിയാക്കാം. കടുകിട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിലയും പച്ചമുളകും ഇടുന്നുണ്ട്. നമ്മൾ സവോള ഇട്ടിട്ട് ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഒരു പകുതി വേവാകുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നല്ലപോലെ വെന്ത് വരണം. അപ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ എടുത്ത് വെക്കാം. ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് നമ്മുടെ എരിവിനനുസരിച്ചാണ് ഞാൻ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. നമ്മളിതിൽ പച്ചമുളകും ചേർത്തിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവോള വാടി വന്നിട്ടുണ്ട്. നമ്മൾ ഈ പൊടികളെല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ തീ കുറച്ച് ലോ ആക്കി വെക്കണേ. ഇനി നമ്മൾ ഇത് നന്നായി മിക്സ് ആയതിനു ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ വെള്ളം ഒഴിക്കരുത്. ഇത് നന്നായിട്ട് മിക്സായി വന്ന വരെ നമ്മൾ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഇതിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഉരുളക്കിഴങ്ങും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് വേവിച്ചതല്ല കേട്ടോ. ഇത് വേവിക്കാത്ത കൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഇടുന്നത്. നമുക്ക് വേവിച്ചും ചേർക്കാം. നമ്മൾ നേരത്തെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കുവാണെങ്കിൽ ഇതിന് നമ്മൾ ഗ്രേവി ആക്കിയതിന് ശേഷം അത് പൊടിച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പം നല്ലൊരു തിക്നെസ്സും നമ്മുടെ ഗ്രേവിക്ക് ഉണ്ടാകും. ഇപ്പം നമ്മൾ ഈ മസാലക്കൂട്ടിൻ്റെ കൂടെ ഇതുപോലെ മിക്സ് ചെയ്യണം. ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ചെറുങ്ങനെ ഒന്ന് ആവി വരണം. അതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളേ. ഇപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് വെച്ച് ഒരുവിധം ഒരു പാതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്. ഞാൻ നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മുങ്ങേണ്ട പോലെ വെള്ളം ഒഴിക്കുക. ഇതിലുള്ള ഉരുളക്കിഴങ്ങും ഈ കോളിഫ്ലവറും നന്നായിട്ട് വെന്ത് വരും. നമ്മൾ അടച്ചു വെച്ചിട്ട് വേവിക്കുവാണേ. നമ്മുടെ കറി നല്ലോണം വറ്റി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഗ്രേവി കണക്കായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചോറിനും ചപ്പാത്തിക്കൊക്കെ ബെസ്റ്റാണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.